ഒരു ആത്മാവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ആ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലായിട്ട് മരിക്കുക എന്നുള്ളത്. നമ്മൾ മരിക്കുന്ന നമ്മുടെ മരണത്തിൻ്റെ സമയം എപ്പോഴാണ് നിശ്ചയിക്കുന്നത്? അപകടം ഉണ്ടാകുന്ന സമയത്താണോ? ക്യാൻസർ വരുന്ന സമയത്താണോ നമ്മൾ മരിക്കുന്ന ദിവസം നിശ്ചയിക്കുന്നത്? നമ്മുടെ മരണത്തിൻ്റെ സമയം ദൈവത്തിനറിയാം. നമ്മുടെ മരണത്തിൻ്റെ സമയം ദൈവം നിശ്ചയിക്കുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മരണത്തിൻ്റെ മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 139 സങ്കീർത്തനത്തിൽ 16-17 വാക്യങ്ങൾ. ഒരു അപകടം ഉണ്ടാകുമ്പോഴോ ഒരു കലഹം ഉണ്ടാകുമ്പോഴോ മരം ഇടിഞ്ഞ് വീഴുമ്പോഴോ കറണ്ട് കമ്പി പൊട്ടി വീഴുമ്പോഴോ അല്ല നമ്മൾ മരിക്കുന്നത്. അതൊക്കെ ആ സമയത്തൊരു നിമിത്തം മാത്രമാണ്. നമ്മുടെ സമയമാകുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. സമയവും നാളുകളും തികച്ചിട്ടേ നമ്മൾ മരിക്കുള്ളൂ. അത് ചിലർക്ക് 10 വയസ്സായിരിക്കും, ചിലർക്ക് 50 വയസ്സായിരിക്കും, ചിലർക്ക് 99 വയസ്സായിരിക്കും, ചിലർക്ക് 101 വയസ്സായിരിക്കും. അങ്ങനെയുണ്ട്. വായിച്ചു നോക്കിയേ 139 സങ്കീർത്തനത്തിൽ 16-17 വാക്യങ്ങൾ ഉറക്കെ വായിച്ചേ. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എത്ര വർഷം, എത്ര മാസം, എത്ര മണിക്കൂർ ഈ ഭൂമിയിൽ ജീവിക്കണം. അതിൻ്റെ പേരാണ് ഓരോരുത്തരുടെ സമയം എന്ന് പറയും. ഓരോരുത്തരുടെ സമയം. അപ്പോൾ അതുകൊണ്ട് ആ സമയം ദൈവത്തിനാണ് അറിയാവുന്നത്. ഞാൻ സന്തോഷമുള്ളൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ അപ്പൻ്റെ ആത്മാവ് മരണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ ചേട്ടൻ എന്ത് ചെയ്തു? ആ ചേട്ടൻ്റെ ആഗ്രഹം എൻ്റെ അപ്പൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം ആഗ്രഹം. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്തു? ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്തു ചെയ്താൽ ധ്യാനത്തിന് പോവില്ല എന്ന കാര്യം 100-101% ഉറപ്പാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അപ്പൻ ധ്യാനത്തിന് പോയില്ലെങ്കിൽ അപ്പന് വേണ്ടി ഞാൻ ധ്യാനത്തിന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പന് വേണ്ടി ഈ ചേട്ടൻ അട്ടപ്പാടി വന്ന് 5 ദിവസം ധ്യാനം കൂടി. എന്നിട്ട് ദൈവത്തോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അപ്പൻ്റെ ആത്മാവ് മരണത്തിലാണ്. എൻ്റെ അപ്പൻ്റെ ആത്മാവിനെ ജീവനിലേക്ക് കൊണ്ടുവരണം. എൻ്റെ അപ്പൻ്റെ ആത്മാവ് വരപ്രസാദാവസ്ഥ വന്നിട്ട് മരിക്കാൻ പാടുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവൻ്റെ അവസ്ഥയിലേക്ക് വരണം. എൻ്റെ അപ്പൻ നരകത്തിൽ പോകരുത്, എൻ്റെ അപ്പൻ സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി മാത്രം ധ്യാനം കൂടി. 5 ദിവസം താമസിച്ചുള്ള ധ്യാനം. അതാണ് ഈ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആത്മാക്കളുണ്ട് ലോകത്തിൽ. അങ്ങനെയുള്ള വ്യക്തികൾ ലോകത്തിലുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത് ധ്യാനം കൂടി. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലായി കഴിഞ്ഞിട്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു അനുഗ്രഹം എൻ്റെ അപ്പന് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് ബോബി അഗസ്റ്റിൻ. ഞാൻ ആലക്കോട് ഇടവ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് 5 മക്കളുമുണ്ട്. പിന്നെ ഞാൻ 2009 നവംബർ 15-ാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു. ഒരു പ്രത്യേക ഉദ്ദേശമായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ചാച്ചന് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് നല്ലവണ്ണം മദ്യപിക്കുകയും പിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവത്തോട് വലിയ ഭക്തിയുള്ള ഒരു ജീവിതമായിട്ടൊന്നുമല്ല കണ്ടത്. പക്ഷെ എൻ്റെ എപ്പോഴും ഉള്ള ഒരു പേടി, ചാച്ചന് ഹാർട്ട് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നു മരിച്ചില്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ ഞാനൊരു സിസ്റ്ററിനോട് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും കേൾക്കും. അതായത് ഇവിടെ വന്ന് അപ്പച്ചൻ ഇങ്ങനെ പ്രായമുള്ള അപ്പച്ചനാണ്, മദ്യപാനം അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ മനസ്സിലായി എന്നേ വേറൊന്നല്ല, അപ്പച്ചൻ്റെ ആത്മാവ് സ്വർഗത്തിൽ എത്തണ്ടേ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നു. 2009 നവംബർ 15-ാം തീയതി ബിനോയ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കരുണയുടെ ഈശോയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അത് ആ രൂപത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഉണ്ട്. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എഴുതിയിട്ട് എൻ്റെ ചാച്ചൻ അമ്മയോട് കൂടെ വന്ന് ഇവിടെ ധ്യാനിച്ച് വന്നും നല്ലൊരു മരണം കിട്ടുകയാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ ആ നിയോഗം വെച്ച് പറയാം. എൻ്റെ വേറെ വേണമെങ്കിൽ ചാച്ചൻ അമ്മച്ചിയും ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ച് ധ്യാനം കൂടി നന്നായിട്ട് ഒരുങ്ങി അവർ സ്വർഗത്തിലേക്ക് യാത്ര. ഇതെനിക്ക് ആഗ്രഹമുള്ളൂ. ആ ഒരു നിയോഗം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഇന്നുപോലെ ധ്യാനം ഒറ്റപ്പാടിയിലുണ്ട്, നമ്മൾ എന്തായാലും കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിപ്പോൾ ആ മല കയറി പോയി ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചാച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു ധ്യാനം കൂടണം. അല്ലോ സഹോദരങ്ങളെ, അതാണ് ദൈവത്തെ ഇടപെടൽ.
ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വലിയ ഭാവമൊന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ചില ഒരു ചിന്ത, അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പീഡയാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമൊഴിഞ്ഞ ഒരു ബന്ധനമാണ് അത് ശരിക്കും. പക്ഷേ എന്ത് ചെയ്ത് ഈ ചേട്ടൻ പെട്ടില്ല. അപ്പം എന്തത് ചേട്ടൻ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുക, ധ്യാനത്തിൻ്റെ യോഗം വെച്ച് പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിന് പ്രാർത്ഥന ചെല്ലുന്തോറും ജനങ്ങൾ ചെല്ലുന്തോറും ദൈവകൃപ ആവരിക്കും. അപ്പം ഞാൻ അതിനോട് ഇനി എവിടെ സീറ്റ് കിട്ടാനാ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഉദയഗിരി ഇടവയായിരുന്നു അന്ന് പാലക്കുട. അന്ന് ചാച്ചനോട് പറഞ്ഞു ഉദയഗിരി പോയി പള്ളിയിലോട് അച്ഛനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചാച്ചൻ ചെന്നു. അപ്പോൾ കുര്യാക്കോസ് ആലവല്ലി അച്ഛൻ അന്ന് അവിടെ ഇരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു പനത്തടിയിലുള്ള ഒരു സെബാസ്റ്റ്യൻ്റെ നമ്പർ കൊടുത്തു. അതിന് ചാച്ചൻ തന്നെ ഈ കാഞ്ഞങ്ങാട് പോയി ഈ സീറ്റ് ചേട്ടൻ ബുക്ക് ചെയ്തിരുന്ന സീറ്റ് മേടിച്ചു. ഇവിടെ വന്ന് ആദ്യം ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ചാച്ചനൊരു നിർബന്ധം, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, തീർത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബുക്കിംഗ് അങ്ങ് ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് 1.5 ഏക്കർ സ്ഥലം ചാച്ചൻ്റെ പേരിലുണ്ട്. ഇതുമായിട്ട് ബാങ്കിൽ ചെന്നപ്പം 1.5 ഏക്കർ സ്ഥലത്തിന് 5 ലക്ഷം കൊടുക്കുകയായിരുന്നു പറഞ്ഞു. അവസാനം എങ്ങനെയോ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുടിക്കടം പോലും കൊടുക്കാതെ 21-ാം തീയതി ഫെബ്രുവരി 21-ന് 5 ലക്ഷം രൂപ ചാച്ചന് കിട്ടുകയും അങ്ങനെ 22-ാം തീയതി ഇവിടെ നടന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു ചാച്ചനും അമ്മയും കൂടെ. ധ്യാനം കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം വീണ്ടും ഈ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അച്ഛന് ഇവിടെ ഒരു ആശുപത്രി വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പം ധ്യാനത്തിനിടയ്ക്ക് അച്ഛനെ ബിനോയച്ചനെ ചെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈശോ സ്പർശിച്ചിട്ടുണ്ട്, ചേട്ടന് ഇനി വേറൊന്നും ഭൗതിക കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നു. അന്ന് രാത്രി കാലിന് ഇച്ചിരി നീരൊക്കെ ഉണ്ടായതുകൊണ്ട് രാത്രിയിൽ എത്തിയത്. ശനിയാഴ്ച നീരുള്ളതുകൊണ്ട് പുറത്ത് പോലും പോയില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. കുർബാനയല്ല, 12 മണി 10:30ക്കുള്ള കുർബാന കൂടി 12 മണിയായപ്പോൾ തിരിച്ചു വന്നു. അന്ന് രാത്രി അഭിഷേകാഗ്നി പ്രാർത്ഥന കഴിഞ്ഞ് പ്രോഗ്രാം ഞായറാഴ്ച 8 മണിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം അതും കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ശരിക്കും ഒരു ആത്മാവിനെ ഒരുക്കുന്നുണ്ട്. മനസ്സിലായോ? എഴുന്നേറ്റ് നിന്ന് കൈ കൊട്ടിയൊക്കെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് വേദന കൂടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നല്ല അവസ്ഥയിൽ മരിക്കാൻ. ചേട്ടൻ്റെ മരണത്തിന് സമയം അടുത്തപ്പോൾ ദൈവം പെട്ടെന്ന് മകൻ്റെ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് ഈ വല്യപ്പച്ചനെ 5 ദിവസം ധ്യാനത്തിന് അട്ടപ്പാടിക്ക് കൊണ്ടുവന്നു. വചനം കേട്ട് തിരിച്ചു വന്ന് പിന്നെ അഭിഷേകത്തിന് ഈശോയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അഭിഷേകത്തിന് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോന്നാൽ മതിയെന്ന് മോളിൽ നിന്ന് നിർദ്ദേശം കിട്ടി. അങ്ങനെ അഭിഷേകത്തിന് കൂടി തുള്ളി ചാടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേരെ ഇവിടെ